എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കമല റിവർ എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി വന്നേക്കണേട്ടാ. അപ്പോൾ ഇവിടെ ഇന്നലെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് പോകണേട്ടാ അവിടുത്തെ കാര്യങ്ങൾ കാണാൻ വേണ്ടി. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ടെൻ്റ് അടിച്ചത് ഇവിടെയാണ്, ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ സൈക്കിളൊക്കെ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. എന്നിട്ട് നമ്മുടെ ടെൻറ്റ് കാര്യങ്ങൾ മടക്കിയിട്ട് നമുക്ക് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇതാണ് കമല റിവർ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ വന്നപ്പോൾ ഇവിടെ നിഷി ട്രൈബിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ മൊത്തം ഉള്ളത് നിഷി എന്ന് പറഞ്ഞ ട്രൈബാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് കമല റിവർ കേട്ടോ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്താണ് ഇവരിവിടെ കൾച്ചർ പരിപാടി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയേക്കണത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ട്രഡീഷണലായിട്ടുള്ള ഡാൻസും പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇന്ന് രാവിലെ ഇവിടെ ഈ റാഫ്റ്റിംഗ് ഒക്കെ ഉണ്ടെന്നാട്ടാ പറഞ്ഞാൽ കണ്ടില്ലേ. റാഫ്റ്റിങ്ങിന് വേണ്ടിയുള്ള ബോട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ട്രഡീഷണലായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഒന്നും ഓപ്പൺ അല്ല, എന്തായാലും ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. ഇതാണ് കേട്ടോ ഇവരുടെ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ. ഇത് കണ്ടില്ലേ, ഇവിടെ ചിക്കൻ്റെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ബാമ്പു അതിലൊക്കെ വെച്ചുണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ഉണ്ടാ. ഇതെന്താ ഇഡ്ഡലിയാണ്, ഇഡ്ഡലിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതിങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നോക്കിയേ. പിന്നെ അതുപോലെ തന്നെ അച്ചാറുകൾ, പലവിധ അച്ചാറുകൾ, ഗ്ലാസ്, പിന്നെ ഇവിടെയും ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും ബാമ്പു വെച്ചുണ്ടാക്കിയ എന്തോ ഗ്ലാസ്സാണെന്ന് തോന്നുന്നത്. അതല്ലേ ബാമ്പു വെച്ചുണ്ടാക്കിയ ഗ്ലാസ്സാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചെയിനൊക്കെ ഉണ്ടല്ലേ, അതിലൊക്കെ കണ്ട ട്രഡീഷണലായിട്ടുള്ള ചെയിനും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് സ്റ്റോൾ കണ്ടിട്ടുണ്ട് ഇതേപോലെ. ഇത് ചേനയാണെന്ന് തോന്നട്ടെ, ചേന പുഴുങ്ങിയത്. പിന്നെ അതേ ഇവൻ്റെ കൊട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാ. പിന്നെ അതേ ഓറഞ്ച്. പിന്നെ ഇത് കുട്ടികളുടെയും വലിയ ആൾക്കാരുടെയൊക്കെ ഡ്രസ്സുകളാണ് ഇത് ഇവൻ്റെ ട്രഡീഷണലായിട്ടുള്ള ഡ്രസ്സുകളാണ്. ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഇതൊക്കെ വലിയ ആൾക്കാരുടെ ഉണ്ടാ. പിന്നെ അതുപോലെ തന്നെ ഇതേ കുട്ടികളുടെ ഡ്രസ്സ് പല കളറ് ബാഗാണ് കേട്ടോ. ഇത് കിतना है दीदी बैग? कितना है ये? 4,000. ये बच्चे लोग का है? बच्चा लोग का है. ये मटेरियल कौन सा है? कॉटन. आप लोग हाथ से बनाते हैं. हाथ से बनाता है? हाथ से बनाकर अच्छा, ये बच्चे लोग का है? ये बच्चे वाला का. अच्छा, ये भी बच्चा वाला स्कार्फ. ये भी बच्चा, ये भी बच्चा लड़का का है ना. और बड़ा आदमी का? बड़ा आदमी का या में बड़ा का लड़का का. ये लड़का का है ना. ये लड़की का. ये लड़की का है. लड़की लोग का है. अच्छा अच्छा, ये सब लड़की का. अच्छा अच्छा, लेडीज का है ना. लड़का लोग का. वो बड़ा बच्चा लोग का है. बच्चा लोग का है. अच्छा ठीक है, താങ്ക് യു ദീദി. ഇതിനൊക്കെ അത്യാവശ്യം നല്ല പൈസയാണ് കേട്ടോ. 2000 സംതിങ് ഒക്കെ ഉണ്ടെന്നാണ് ഇതിനൊക്കെ പറഞ്ഞത്. 4500, 2500. കാരണം ഇതൊക്കെ എല്ലാം ഇവരുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തുണ്ട്. ഇതൊക്കെ ഇവരുടെ കൃഷിപ്പാടത്തു നിന്ന് കൊണ്ടുവരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാ. ഇത് ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾ കാര്യങ്ങളൊക്കെ പൊടിയാക്കിയത്, പിന്നെ നാടൻ മുട്ട, പിന്നെ ഇതൊക്കെ എന്തോ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാ. പിന്നെ ഇത് മീറ്റാണ്. ഇതെന്തോ ഒരു മൃഗത്തിൻ്റെ മീറ്റാണ് കേട്ടോ. ദീദി ये तो क्या है? ये क्या है? मीट मालूम नहीं है ना ये. अच्छा अच्छा, ഇത് മിഥുൻ്റെ മീറ്റാണ്ട്. ഇതല്ലേ മിഥുൻ്റെ മീറ്റ്. ഇങ്ങനെ ഇവർ എന്താ പറയുക, ഇങ്ങനെ കരിച്ച് ഇതാക്കിയതാണെന്ന് തോന്നട്ടാ. ചുട്ടതാണ് മിഥുൻ്റെ മീറ്റ്, ചുട്ടതാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഫുഡ് ഐറ്റംസാണ്, കൂടുതലും പോർക്ക് ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. പോർക്കിൻ്റെ ഒരുപാട് വിഭവങ്ങളുണ്ട്. അതൊക്കെ എല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ. आप लोग यहाँ का है ना प्रॉपर? हाँ, हम लोग यहाँ का है. अच्छा, Thank you for visit here. थैंक यू. ये फेस्टिवल के लिए थोड़ा बुलाया ना, थोड़ा बात करेंगे इस फेस्टिवल क्या है. फेस्टिवल के लिए हाँ ये हम लोग कमला रिवर फेस्टिवल है. ये हम लोग फर्स्ट एवर कर रहे हैं. ये हम लोग का फर्स्ट एवर है. ओ फर्स्ट है ये. फर्स्ट है. और ये लोकेशन भी है. हम लोग ये इधर फेस्टिवल मनाने के लिए पूरा ये फर्स्ट टाइम ही कर रहे हैं. जो अच्छा अच्छा अच्छा, जितना भी है ये 3 दिन का प्रोग्राम है ना? ये आपका 4 दिन का प्रोग्राम. 4 दिन का है ना. अच्छा अच्छा अच्छा, 17 से लेके आपका 20 तक होगा. एवरी ईयर. ओ 4 सेम डेट. ओके, दिस ईयर स्टार्टिंग.
This year is starting. ഓക്കെ 2020. താങ്ക് യു ബ്രോ. Thank you. ഹൈവേ അപ്പോൾ എൻ്റെ സ്റ്റാളുകളാണ് കേട്ടോ. അപ്പോൾ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. കൂടുതലും കള്ളാണ് കൂടുതലുള്ളത്, ലോക്കലും അതുപോലെ തന്നെ വിദേശിയായിട്ടുള്ള മദ്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കുറേ ഒന്നും തുറന്നിട്ടില്ല കേട്ടോ ഇവിടെ, അല്ല ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ തുറന്ന് വന്നേ ഉള്ളൂ. പരിപാടി തുടങ്ങാൻ വേണ്ടി ഏകദേശം നല്ല രീതിയിൽ ടൈം എടുക്കുമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഉള്ളത് റാഫ്റ്റിങ്ങിൻ്റെ പരിപാടി ഉള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ മിക്കവാറും ഇവിടെ നിന്ന് ഇറങ്ങാനും പ്ലാൻ ഇട്ടേക്കണം കേട്ടോ. കാരണം റാഫ്റ്റിംഗ് എനിക്ക് കാണാൻ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ പരിപാടിയൊക്കെ രാത്രിയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കുറേ നേരം കണ്ടിരുന്നു കേട്ടോ. ഇതെന്തായാലും അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. റാഫ്റ്റിങ്ങിനുള്ള ബോട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എൻ്റെ ടെൻറ്റ് മേളിലുണ്ട്, നമ്മളിപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ വന്നത്. ഇതാണ് കേട്ടോ കമല റിവർ. ഇത് നല്ല ഒഴുക്കുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഫിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഇത് പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടി നല്ല രീതിയിൽ ടൈം എടുക്കും കേട്ടോ. ഈ ഒരു ഡിസ്ട്രിക്റ്റിന് പേര് വന്നത് ഈ ഒരു റിവറിനെ ചൊല്ലിയാണ് കേട്ടോ. ഇതൊക്കെ ഫുള്ള് ഇങ്ങനെ മുള കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അവിടെ ഒരു സംഭവമൊക്കെ ഉണ്ട്, കമല സോറി കേട്ടോ, ഞാനത് കണ്ടില്ല. കമല റിവർ ഫെസ്റ്റിവൽ കേട്ടോ. ഇത് ആദ്യത്തെ വർഷമാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇവർ ഈ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ ടിബറ്റൻ ഫ്ലാഗുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇവിടെ ബുദ്ധിസ്റ്റുകളല്ല, ഇവിടെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് കേട്ടോ. പിന്നെ ഇവിടെ ഫിഷിങ്ങിന് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നൊരു പിടുത്തമില്ല, അത് കണ്ടിട്ട് പോകാമെന്ന് വെച്ചിരിക്കണമെന്ന്. പക്ഷേ ടൈം എടുക്കുമെന്നാണ് പറഞ്ഞത്. എൻട്രി ചെയ്യാൻ വേണ്ടി 250 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ തങ്ങണമെങ്കിൽ ടെൻറ്റിന് 1000 രൂപ ഉണ്ടാവും. പിന്നെ ഇവിടെ നമുക്ക് പരിപാടിക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും, അതിൻ്റേതായിട്ടുള്ള റേറ്റൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. നമുക്ക് ഫ്രീ ആണ്. നമ്മളൊരാൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വന്നതാണ്. എനിക്ക് ഈ ഒരു ഫെസ്റ്റിവലിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു ഫെസ്റ്റിവൽ ഉണ്ട്, അപ്പോൾ നിങ്ങൾ വന്നു എന്ന് പറഞ്ഞ്. ഇവിടെ വന്നിട്ടാണെങ്കിൽ കുറച്ച് ചടങ്ങാറുന്നില്ല. എന്നല്ല എനിക്ക് തങ്ങളുടെ സെറ്റപ്പ് എല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ടെൻ്റ് അടിക്കാനുള്ള സ്പേസ് എല്ലാം തരാമെന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് മാത്രമേ ഞാൻ വന്നാൽ. പക്ഷേ ഇവിടെ വന്നിട്ട് ടെൻ്റ് അടിക്കാൻ സ്ഥലം കിട്ടിയില്ല. അവസാനം ആൾ മൂഞ്ചിച്ച് നമ്മളാ. പിന്നീട് നമ്മൾ തിരിച്ച് പോകാറായി. അപ്പോൾ കുറേ ആൾക്കാരെ കണ്ടുകൂട്ടി. അപ്പോൾ അവരെന്നോട് ചോദിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് പോകണമെന്ന് ചോദിച്ചു തിരിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിവിടെ വിളിച്ച് വരുത്തിയിട്ട് നമ്മളാ അപമാനിച്ച് വിട്ട ഒരു ഫീലായിപ്പോയെന്ന് പറയാം. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് ആരാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് എന്നെ ഇവർ തിരിച്ച് താഴെ കൊണ്ടുവന്ന് എനിക്കിവിടെ ടെൻ്റ് അടിക്കാൻ സ്ഥലം തന്നിട്ടാ. ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ചത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് പോകാറുണ്ട്, ഈ ഒരു വീഡിയോ കാണാനും പറ്റില്ലായിരുന്നു കേട്ടോ. താങ്ക് യു. ഇപ്പോൾ ഇവർ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് കാര്യങ്ങളും ഉണ്ടെന്നാണ്. അപ്പോൾ ഇതിവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് ഫ്രീ ആയിട്ടാണ് തന്നത്. കണ്ടില്ലേ, ചായ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഒറ്റക്കൈക്ക് പിടിച്ചേക്കൊണ്ട് ഈ മുട്ട താഴെ വീഴുമെന്നൊരു പേടിയുണ്ട്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വീഡിയോ എടുക്കുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. आप खा लिया? हाँ, आप कहाँ से हो? ना लगा। अच्छा, इटाना की साइड का जो सामान अभी का दापो ले जाएगा। क्या मैं कितना टाइम प्रोग्राम कब शुरू करेगा? ഇവിടെ 10 മണിക്ക് റാഫ്റ്റിങ്ങും ഫിഷിങ്ങും ഒക്കെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ തുടങ്ങിയതല്ല. 10 മണിക്കല്ല, ആദ്യം പറഞ്ഞ 9 മണിയാണ്. ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 10 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് 10 മണിക്കും തുടങ്ങിയിട്ടില്ല. പിന്നെ ഇവിടെ ആകെയുള്ളത് വോളിബോളിൻ്റെ ഇതാണ്, എന്തോ മാച്ചാണെന്ന് തോന്നുന്നത്, കണ്ടില്ലേ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതെന്താണ് ഇവർ പണിയൊന്നും തുടങ്ങാത്ത. ഇത് ആദ്യത്തെ വർഷമുണ്ട് ഇത് ഇവരുടെ പരിപാടി. പക്ഷെ ഇവരൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത രീതിയിലാണ് ഇവരുടെ പരിപാടിയൊക്കെ. അതന്നെ, ഇത് ഇവരുടെ ഇതായിട്ട് ഇവിടെയുള്ള ഗ്രാമവാസികൾ തമ്മിലുള്ള മാച്ചാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. ഇനിയിപ്പോൾ ഇവിടെ റാഫ്റ്റിങ്ങും ഫിഷിങ്ങും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇത് എപ്പോൾ തുടങ്ങുമെന്നൊരു ഐഡിയ ഇല്ലല്ലോ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളത് വോളിബോൾ കളി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആൾക്കാരൊന്നും അധികം വന്നിട്ടില്ല കേട്ടോ. ഇവിടേക്കുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണേ കേട്ടാ. പിന്നെ നമ്മൾ ഇവിടെ നമ്മളെങ്ങടെ പോകണം, ഡാപ്പോറിജോയിലേക്കാണ് പോണത്. ഇവിടെ നിന്ന് അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട്, 100 കിലോമീറ്റർ മേലുണ്ട് കേട്ടോ. അപ്പോൾ
സൈക്കിൾ ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ കയറണം കേട്ടോ, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ എന്തായാലും അത് കയറ്റാം. അല്ലാണ്ട് ഇതിപ്പോൾ ഇവിടെ ഈ വോളിബോൾ കളി കണ്ടിട്ട് ഇന്ന് വരെ ടൈം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങനെയാണ്. ഹായ് ഭയ്യ, താങ്ക് യു. ഓക്കെ മിലേങ്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ അപ്പോൾ ഇപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി കുറേ ദൂരം ഇങ്ങോട്ട് വന്നിട്ടാ. നല്ല കയറ്റം ഓർന്ന്, നല്ല കയറ്റം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കയറ്റമുണ്ട്. നമ്മൾ ഡാപ്പോറിജോ പോകുന്ന റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ പലയിടത്തും ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വന്നേക്ക് ഒരുപാട് കണ്ട്. പിന്നെ ഈ പോണതാണ് ഡാപ്പോ പോണ റൂട്ട്, മെച്ചൂക്ക, ആലോ അങ്ങോട്ടൊക്കെ പോണ റൂട്ടാണിത്. ഈ റൂട്ടിൽ നിന്നാണ് നമ്മൾ വന്നത്. ഇവിടെ നമുക്ക് നേരെ ഇറ്റാനഗറൊക്കെ പോകാം. സീറോ, ഇറ്റാനഗർ, തവാങ് അങ്ങോട്ട് പോകാൻ പറ്റും. ഇവിടെ നോക്കുമ്പോൾ ഒരു നല്ല കിടിലം വ്യൂ ഉണ്ട് കേട്ടോ. ഇതൊരു വ്യൂ പോയിൻ്റ് ആണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം നോക്കിയേ, ഇതാണ് സംഭവം കേട്ടോ മക്കളെ. എൻ്റെ മോനെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. നിങ്ങളൊന്ന് ആസ്വദിച്ച് നോക്കിയേ, എന്ത് മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടടിക്കുന്നത്. അടിയിൽ കൂടെ ഒരു റിവർ ഒഴുകുന്നുണ്ട് കേട്ടോ. ഇതാണ് കംലെ റിവർ എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പേരും കംലെ എന്നാണ് കേട്ടോ. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നാണ്. അവിടെ ഒരു പരിപാടി എടുപ്പുണ്ടായിരുന്നു, കംലെ റിവർ ഫെസ്റ്റിവൽ. ഇത് ഫസ്റ്റ് ഇയർ ആണെന്നാണ് പറഞ്ഞത്, അതായത് ആദ്യത്തെ വർഷമാണ് സ്റ്റാർട്ട് ചെയ്തെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു ഫിഷിങ്ങും കാര്യങ്ങളും ചെയ്യാറുണ്ടെന്നാണ് കേട്ടത് കേട്ടോ. പക്ഷേ നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. ഇത് ആദ്യത്തെ തവണത്തെ പരിപാടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഇവരത്ര ഓർഗനൈസേഷൻ ഇല്ല, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആസ്വദിക്കും നിങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ റൂട്ട് ഇങ്ങനെ ചെല്ലുന്നത് ഒരു ഗ്രാമത്തിലേക്കാണ്. അവിടെ ഒരു ഗ്രാമം ഉണ്ട് കേട്ടോ. ആ ഒരു ഗ്രാമത്തിൻ്റെ പേര് യഥാന്നാണ് കേട്ടോ. ചെറിയൊരു ഗ്രാമമാണ്. അപ്പോൾ അവർക്ക് അങ്ങാടി ഇങ്ങാണ്ട് സഞ്ചരിക്കാനുള്ള റൂട്ടാണിത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി മേലിലേക്ക് വരാൻ പറ്റും. ശരിക്കും ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലൊക്കെ സാധനം എത്തിക്കൽ എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് പിടിച്ചതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മേളിലൊക്കെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. വീടാണോ ഇല്ലയെന്നൊന്നും ഒരു ഐഡിയ ഇല്ലല്ലോ. ഇങ്ങോട്ടൊക്കെ സാധനങ്ങൾ എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് അത് ശീലമായി. അപ്പോൾ അത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് പോണത്. आपका नाम क्या है भैया? युकर तमिन। आपका नाम क्या है? मेरा नाम युकर तीर। अच्छा, आप लोग कहाँ से हो? मतलब मैं कमले का हूँ। कमले डिस्ट्रिक्ट का है? कमले का हेडक्वार्टर रागा से हूँ। अच्छा। फिलहाल तो कमला रिवर फेस्टिवल के लिए जा रहा हूँ। अच्छा, आपको हमारा जिला में कमला में स्वागत करता हूँ तहे दिल से। अच्छा, तो आप सारा आगे चलने के लिए താങ്ക് യു സോ മച്ച് ഭയ്യ. അപ്പോൾ അതെ, നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരെ വന്നോയ്ക്ക് നമ്മളിവിടെ വീഡിയോ എടുത്തിരിക്കുന്ന ടൈമിൽ കണ്ടു കേട്ടാ. അതിലോ കംലെ റിവർ ആട്ടാ. അതിൻ്റെ വ്യൂ ആണ് ഇവിടെ നിന്ന് തന്നെ കാണുന്നത്. കണ്ടില്ലേ, അടിയിലാണ് റിവർ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാട് പിടിച്ചിരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റാത്തേണ്ടതേ. ഇതാണ് റിവർ. നമ്മൾ ടെൻ്റ് അടിച്ച സ്ഥലം നോക്കിയേ, ഇതൊരു ബിൽഡിങ്ങിൻ്റെ മേളിലാണ് കേട്ടോ. അതിൻ്റെ മേളിൽ ഇതേപോലെ ചെറിയൊരു ഷെഡുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് അടിച്ചേക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അടിച്ചുകൊണ്ട് അധികം തണുപ്പ് കേൾക്കില്ല. തണുപ്പുണ്ടായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ റാഗ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇനി ഇവിടെ നമ്മൾ നാളെ പോണത് ഡാപ്പോറിജോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട്, 100ൻ്റെ അടുത്ത് കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ എത്ര ദിവസം പിടിക്കുമെന്ന് എനിക്കറിയില്ല. സൈക്കിളിന് ചെറിയ പണികളായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. നമ്മളെന്തായാലും മാക്സിമം പറ്റണ പോലെ മുന്നോട്ട് പോകും. സൈക്കിൾ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ.